അപ്പൻ ഇന്നലെ നല്ല വലിയ ഇല വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നും വാങ്ങാന്ന് കരുതിയിട്ട് ഞാനും ചേട്ടനും കൂടെ പോയിട്ട് ചമ്മിപ്പോയി കേട്ടോ. അവിടെ ചെറുതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളത് വാങ്ങാണ്ട് പോന്നു. പിന്നെ പോരുന്ന വഴി കുറച്ച് കൊഴുവ് ഉപ്പുമീൻ വാങ്ങിക്കൊണ്ട് വന്നേ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതും കൂട്ടി ഉച്ചക്കത്തേക്ക് ഒപ്പിച്ചെടുക്കാന്ന് കരുതി. അങ്ങനെ വന്ന പാടെ തന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതേ സാമ്പാർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊഴുവ് ഉപ്പുമീൻ തീരെ പൊടിയല്ല, 2 കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. തലയും വാലും ഒക്കെ കളഞ്ഞു വെച്ചു. എനിക്കാണെങ്കിൽ ആ എങ്ങുമില്ലാത്ത ചൂടുകുരു വന്നിട്ട് ദേഹം മുഴുവനും സൂചി കൊണ്ട് കുത്തണ പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇന്നലെ നല്ല കന മഴ പെയ്തപ്പോഴത്തേക്കും ഓടിപ്പോയി മഴയത്ത് കുളിച്ചു കേട്ടാ ചൂടുകുരു മാറാൻ വേണ്ടി. എന്റെ കർത്താവെ ഒന്നും പറയണ്ട, കുളിച്ചപ്പോ തുടങ്ങിയതാണ് ഈ ജലദോഷവും തുമ്മലും. ഇതുവരെ തീർന്നിട്ടില്ല. തലേ ദിവസത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു ഗ്ലാസ് അരി കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച് രാത്രി ഇനി വല്ല ചപ്പാത്തി ഉണ്ടാക്കാന്ന് കരുതിയിട്ടാ. അപ്പൊ അതേ ഞാൻ തലേ ദിവസത്തെ ചോറ് ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിനിടെ തന്നെ സാമ്പാർ ആയപ്പോഴത്തേക്കും അതിലേക്ക് വേണ്ട കടുകെല്ലാം വറുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊഴുവ് ഉപ്പുമീൻ നല്ല ഉള്ളിയും മുളകും ഒക്കെ ചതച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ. കുക്കർ ഒരു വിസിലടിച്ചപ്പോഴത്തേക്കും അതിറക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ആവി പോകുമ്പോഴത്തേക്കും നമുക്കിനി ചോറ് അടച്ചിടാം കേട്ടാ. ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വെച്ച ചോറ് നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. അപ്പൊ അതും അവിടെ ഓഫാക്കിയിട്ടിട്ടും കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തേച്ച് കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോണ വേണ്ടിട്ട് അപ്പൊ അതേ സാമ്പാറും എടുത്തിട്ടുണ്ട്. നല്ല ഉള്ളിയും മുളകൊക്കെ ചതച്ച കൊഴുവ് ഉപ്പുമീനും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഉച്ചയൂണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി കേട്ടാ. ഇനി രാത്രി ചപ്പാത്തിക്ക് എന്തെങ്കിലും കറിയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം. അപ്പൊ അത്ര ഉള്ളൂ ട്ടാ.